കോഴിക്കോട് ടൗണിനോട് ചേർന്നുള്ള ഒരു കിടിലൻ സ്പോട്ടിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മളിപ്പം കോഴിക്കോട് ടൗണിൻ്റെ ഉള്ളിൽ തന്നെ കോർപ്പറേഷൻ്റെ ഉള്ളിൽ ഒരു അടിപൊളി സ്പോട്ടിലാണ്. 1812 പണി കഴിപ്പിച്ച ഒരു കിടിലൻ ബംഗ്ലാവുണ്ട്. അതിന് 1970 അന്ന് അതിൻ്റെ പേര് ഈസ്റ്റ് ഹിൽ ബംഗ്ലാവ് എന്നായിരുന്നു. എന്നാൽ പിന്നീട് അത് 1976 നമ്മുടെ കേരള സർക്കാർ അത് ഏറ്റെടുക്കുകയും ഒരു മ്യൂസിയമാക്കി മാറ്റുകയും ചെയ്തു. 1980 അതിൻ്റെ പേര് പഴശ്ശിരാജ മ്യൂസിയം എന്ന നാമകരണത്തിൽ അറിയപ്പെടാൻ തുടങ്ങി. അതെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് പഴശ്ശിരാജ മ്യൂസിയത്തിലാണ്. കൂടെ ആർട്ട് ഗാലറിയും ഉണ്ട്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടുനോക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോയി 3R വീഡിയോസ്. കോഴിക്കോട് ഈസ്റ്റ് ഹിൽ എന്ന സ്ഥലത്താണ് പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോയിലൂടെ ഇവിടെ എങ്ങനെ എത്തിച്ചേരാമെന്നും ഇവിടുത്തെ ഡീറ്റെയിൽസും മൊത്തം നമ്മൾ പങ്കുവെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എന്ന് മാത്രം ഒരപേക്ഷ. നമ്മളങ്ങനെ മ്യൂസിയത്തിൻ്റെ മുന്നിലുള്ള ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഗേറ്റ് കടന്ന് വേണം മുകളിലോട്ട് പോകുവാൻ. ഇവിടെ പ്രവേശിക്കുന്നതിന് നമുക്ക് ടിക്കറ്റുകളൊന്നും ഇല്ല. പക്ഷേ മ്യൂസിയത്തിൽ നമുക്ക് ടിക്കറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഈ ബോർഡൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ഇവിടുത്തെ നിയമങ്ങളും നിബന്ധനകളും ഒക്കെയാണ്. നമ്മൾ ഇങ്ങോട്ട് കിടക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർക്ക് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇരിക്കുവാനുള്ള സൗകര്യങ്ങളും മറ്റും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് മ്യൂസിയം ഉള്ളത്. അതിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്ന സംഭവങ്ങളൊന്നുമല്ല. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടതിൽ. വിജ്ഞാനവും വിനോദവും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്ഥലമാണ് ഈ പഴശ്ശിരാജ മ്യൂസിയം. നമുക്കാദ്യം മ്യൂസിയത്തിനുള്ളിൽ കയറിയിട്ട് അവിടെ എന്തെല്ലാം കണ്ടു നോക്കാം. ടിക്കറ്റ് നിരക്കും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. നമ്മൾ കയറുമ്പം തന്നെ കുറേ വാളുകളും കത്തികളും ഒക്കെ കാണാനായിട്ട് കഴിയും. ഇതൊക്കെ ബ്രിട്ടീഷുകാരുമായിട്ട് പോരാടാൻ പഴശ്ശിരാജ ഉപയോഗിച്ചതാണ്. അതുപോലെ തന്നെ നാണയങ്ങൾ, പിന്നെ വിളക്കുകൾ, ഒരുപാട് പുരാവസ്തു ശേഖരങ്ങൾ ഇവിടെ കാണാനായിട്ട് കഴിയും. കളിമൺ പാത്രങ്ങൾ, നാണയങ്ങൾ, വിഗ്രഹങ്ങൾ, ആയുധങ്ങൾ എന്നിവയുടെ ഒരു കമനീയ ശേഖരം തന്നെ അവിടെയുണ്ട്. നമുക്ക് ഓരോന്നും കണ്ടു നോക്കാം. ഇതുണ്ട്, വിഗ്രഹങ്ങളൊക്കെയാണിത്. അതുപോലെ തന്നെ കളിമൺ പ്രതിമകളുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമുക്കിവിടെ മൊബൈൽ ഫോട്ടോഗ്രാഫിക്ക് ടിക്കറ്റ് എടുക്കണം. 40 രൂപയാണ് നമുക്ക് അതിനടക്കം വരുന്നത്. അല്ലെങ്കിൽ 30 രൂപയ്ക്ക് നമുക്ക് കയറി കണ്ട് ഇറങ്ങിപ്പോകാം. താളിയോലകളൊക്കെ ഇതിനുള്ളിൽ കാണാനായിട്ട് കഴിയും. ഞാൻ ഓരോന്നോരോന്നിട്ട് എടുത്ത് പറയാൻ ബുദ്ധിമുട്ടാണ്. എല്ലാം കണ്ട് തന്നെ മനസ്സിലാക്കിക്കോളൂ. ഇങ്ങനത്തെയുള്ള മനോഹരമായ വീഡിയോകൾ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. ഇതെല്ലാം കളിമൺ പാത്രങ്ങളും അതുപോലെ തന്നെ പണ്ടത്തെ അടുപ്പുകളൊക്കെയാണ്. പിന്നെ നമുക്ക് പഴശ്ശിരാജയുടെ ചരിത്രമൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത് കളിമൺ കുടങ്ങളാണ്. അതുപോലെ ചെമ്പുകുടങ്ങളുണ്ട്. ഇവിടെ ഡീറ്റെയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നിൻ്റെ അടിയിൽ. നമ്മുടെ മക്കളെയും കൊണ്ടൊക്കെ വരികയാണെങ്കിലേ മക്കൾക്ക് പഠിക്കാനായിട്ട് ഒരുപാടുണ്ട് ഇവിടെ. പത്തിക്കല്ലിൻ്റെ മാതൃകയാണത്. പത്തിക്കല്ല് എന്താണെന്ന് എനിക്കത്ര മനസ്സിലായിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് മനസ്സിലാക്കാൻ. ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കാം. ഇത് പഴയ ആഭരണങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. കേരള സിംഹം എന്നറിയപ്പെടുന്ന വീര പഴശ്ശിരാജയുടെ സ്മരണാർത്ഥമാണ് ഈ മ്യൂസിയം ഇവിടെ സ്ഥാപിച്ചത്. ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ മ്യൂസിയത്തിനുള്ളിലെ ഈ പ്രതിമകളും പുരാവസ്തു ശേഖരങ്ങളും ഒക്കെ തന്നെയാണ്. നമ്മൾ മ്യൂസിയത്തിന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ ഇത് കണ്ടോ, ഒരു പീരങ്കി ഇരിക്കുന്ന കണ്ടോ. അതുപോലെ തന്നെ കല്ലിൽ കൊത്തിവെച്ച ഒരുപാട് സംഭവങ്ങൾ ഇതിന് തൊട്ടടുത്തുണ്ട്.
ഈ പൂന്തോട്ടം ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഈ മ്യൂസിയത്തോട് അടുത്ത് തന്നെ മറ്റൊരു സംഭവം കൂടിയുണ്ട്. ഒരു ആർട്ട് ഗാലറി ഉണ്ട്. പഴമയുടെ അവശേഷിപ്പുകൾ അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പൂന്തോട്ടത്തിൻ്റെ സൈഡിലൂടെ അങ്ങോട്ടേക്കൊരു വഴിയുണ്ട്. അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കാണുന്നതാണ് ആർട്ട് ഗാലറി. അതിനുള്ളിലോട്ട് കയറാനും നമുക്ക് ടിക്കറ്റ് എടുക്കണം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അതിനുള്ളിൽ പോകാൻ പറ്റില്ല. ഇതൊരു 3D തിയേറ്ററാണ്. അതും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. ഒരുപാട് പേർ ഇവിടെ ഫോട്ടോഷൂട്ടിനും അതേപോലെ തന്നെ സേവ് ദ ഡേറ്റിനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മുടെ ഈ മ്യൂസിയത്തോട് തൊട്ടനുബന്ധിച്ച് തന്നെ ഒരു ശലഭങ്ങളുടെ പാർക്കുണ്ട്, ചിത്രശലഭ പാർക്ക്. നമുക്ക് അവിടെയും കൂടി ഒന്ന് കയറണം. ഒരു പ്രത്യേക ഒരു ആംബിയൻസാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. ഇവിടെ പുറത്ത് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എത്ര വേണേലും ഇവിടെ സമയം ചിലവഴിക്കാം, കുട്ടികൾക്ക് വന്ന് കളിക്കാം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ടൗണിനുള്ളിൽ തന്നെ ഒരുക്കി വച്ചിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒന്ന് ഹൈപ്പ് ചെയ്തു വെക്കാനും മറക്കണ്ട. ഇതാണ് ചിത്രശലഭങ്ങളുടെ പാർക്ക്. ഒരുപാട് വെറൈറ്റി ചിത്രശലഭങ്ങളെ നമുക്ക് കാണാൻ കഴിഞ്ഞെങ്കിലും നമുക്കതൊരു വീഡിയോയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. കാരണം അവർ പാറിപ്പറന്ന് നടക്കുകയാണ്. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അവിടെയും ഇവിടെയും കുറച്ച് ചിത്രശലഭങ്ങളെ. ഇങ്ങോട്ട് എത്തിച്ചേരേണ്ട വിധം ഞാൻ പറഞ്ഞുതരാം. കോഴിക്കോട് നിന്നും ഏകദേശം 6 കിലോമീറ്റർ ദൂരമാണ് ഈസ്റ്റ് ഹിൽ മ്യൂസിയത്തിലോട്ടുള്ളത്. നമ്മൾ കാരപ്പറമ്പ് നിന്നും വരികയാണെങ്കിൽ ഇങ്ങനൊരു ജംഗ്ഷനിലോട്ടെത്തും. ഇവിടെ തൊട്ടടുത്തൊരു റീഗൽ തിയേറ്റർ ഉണ്ട് വലതുവശത്തായിട്ട്. ഈ ഇടതുവശത്ത് ഇതിന് തൊട്ട് ഈ മരത്തിന് സൈഡിൽ കൂടെ ഒരു റോഡുണ്ട് ഇടതുവശത്തേക്ക്. നല്ല രസമുണ്ടല്ലേ ഇത് കാണാൻ. ഞാൻ കുറച്ച് നേരം അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തു പോയതാണ്. അവിടെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇങ്ങോട്ടൊരു റോഡുണ്ട്. ഈ റോഡിന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസ്റ്റ് ഹിൽ പഴശ്ശിരാജ മ്യൂസിയത്തിലോട്ട് എത്താനായിട്ട് കഴിയും. ഈ റോഡിനങ്ങോട്ട് നടക്കണം. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി ഈ റോഡിലൂടെ അങ്ങോട്ട് നേരെ നടന്നാൽ മതി. പാർക്കിലെ കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് അതിനോട്ടുള്ള റൂട്ടൊന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടൊന്ന് വന്നത്. ഇവിടെ എത്തുമ്പം ബൈക്ക് ഇറങ്ങി വരുന്ന സ്ഥലമല്ലേ സ്കൂട്ടർ, ഇടത്തോട്ടുള്ള റോഡ്, ആ കാറ് വരുന്ന റോഡിലോട്ട് അങ്ങോട്ട് പോകണം. ഇതിൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പഴശ്ശിരാജ മ്യൂസിയത്തിൻ്റെ ബോർഡ് കാണാനായിട്ട് കഴിയും. നമ്മളിപ്പം ബട്ടർഫ്ലൈ പാർക്കിനുള്ളിലൂടെ നടക്കാൻ പോവുകയാണ്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കൂടി കണ്ടു നോക്കാം. അതിനൊന്നും ടിക്കറ്റ് വേണ്ട. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ ബട്ടർഫ്ലൈ പാർക്കുള്ളത്. നല്ല രസമുണ്ട് ഇവിടെ സമയം ചിലവഴിക്കാനും. കോഴിക്കോട് മാനാഞ്ചിറയിൽ നിന്നും മറ്റും നമുക്ക് ഇങ്ങോട്ട് ബസ് കിട്ടും, ഈസ്റ്റ് ഹിൽ ബസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാരപ്പറമ്പ് വന്നിട്ട് ഓട്ടോറിക്ഷ വിളിച്ചും ഈസ്റ്റ് ഹിൽ പഴശ്ശിരാജ മ്യൂസിയത്തിലോട്ട് വരാനായിട്ട് കഴിയും. കാരപ്പറമ്പ് നിന്നും നമുക്ക് ഇങ്ങോട്ടൊരു 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഞാൻ നടന്നാണ് വന്നത്. എനിക്ക് നടത്തം ഭയങ്കര ഇഷ്ടമാണല്ലോ. നമ്മളിപ്പോൾ പൂന്തോട്ടത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്കൂടെ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് പൂമ്പാറ്റകളെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് ഇവിടെ ചെറിയൊരു പാർക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചിത്രശലഭത്തിൻ്റെ ഉദ്യാനമുണ്ട്. ഇതിനുള്ളിലോട്ടൊന്നും നമുക്ക് പൈസ വേണ്ട. എന്നാൽ നമുക്ക് മ്യൂസിയത്തിനുള്ളിലോട്ട് കിടക്കണമെങ്കിൽ 30 രൂപ ടിക്കറ്റ് ഉണ്ട്. ഫോട്ടോ എടുക്കാൻ 10 രൂപയും അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ 40 രൂപയും അഡീഷണൽ ചാർജ് കൊടുക്കണം. നമ്മളപ്പം മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. Thank you.